ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെഡിയാക്കാൻ വേണ്ടി പോകുന്നത് ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ്. ചിക്കൻ സമൂസ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മളുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മാത്രമായി നമുക്ക് ഈ ഒരു ചിക്കൻ സമൂസ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടാലോ? അതിന് മുന്നേ ആരെങ്കിലും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്നത് കപ്പ് അളവിലുള്ള ചിക്കനാണ്. അത് നമുക്ക് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളതൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ചിക്കൻ്റെ ഭാഗത്തിനുള്ള പൊടികളാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് 2 വിസിലോളം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിലേക്ക് വലിയ ഉള്ളി 3 എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞു വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് വേണം. ഞാൻ എരിവുള്ള പച്ചമുളക് ആയതിനെ കൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് വേണം. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 3 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അത് 2 തണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഈ 3 ചേരുവകളും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കുക. നല്ലൊരു പച്ചമണക്ക് മാറി ഒരു നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ വലിയുള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മളുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം നമ്മളുടെ ഉള്ളി വഴറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതിവിടെ 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തോ എന്നുള്ളത് ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ എൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു പാകമായി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കണം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്ര പൊടികളെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. വേറെ സ്പൈസസ് ഒന്നും നമുക്ക് വേണ്ട. ഇതെല്ലാം കൂടി ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മളുടെ ഉള്ളിയും പൊടികളും ഒക്കെ കൂടി നന്നായിട്ട് കുഴഞ്ഞ് അതിൽ പിടിച്ച് കിട്ടണം. പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മളുടെ ഉള്ളിയും ചിക്കനും ഒക്കെ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫില്ലിംഗ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമോസയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിവിടെ സമൂസയ്ക്ക് ആവശ്യമായിട്ടുള്ള ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് 2 കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുത്തത്. 2 കപ്പിൽ മൈദപ്പൊടി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ചപ്പാത്തി കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചപ്പാത്തിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് കുഴയ്ക്കുന്ന സമയത്ത്. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം എനിക്കൊരു 13ഓളം ഉരുളകൾ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊക്കെ ഓരോരോ ചപ്പാത്തികളായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന അത്ര തിന്നായിട്ട് പരത്തണ്ട, ചെറിയൊരു കട്ടിക്ക് തന്നെ നമ്മൾ പരത്തിയെടുക്കുക. ഈ ഒരു പാകത്തിൽ നമ്മൾ പരത്തിയെടുക്കുക. ഇനി നമുക്കിത് 4 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ഒരു ചപ്പാത്തിയെ നമ്മൾ 4 കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ചെടുക്കുക. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇതേപോലെ 4 കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മൈദ ആയതിനെക്കൊണ്ട് നല്ല ഫിറ്റായിട്ട് തന്നെ നിന്നോളും. ഇനി ഇതിനുള്ളിലേക്കാണ് നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് ഇട്ട് കുത്തി നിറച്ചിടരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിൽ നിൽക്കുന്ന ഭാഗം നമുക്ക് താഴത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ എല്ലാ മൂലകളും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേ ഷേപ്പിൽ സമൂസേൻ്റെ ഷേപ്പിലാക്കി തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ മിക്സും ബാക്കിയുള്ള എല്ലാ ചപ്പാത്തി മാവുകളും ഇതേപോലെ മിക്സൊക്കെ നിറച്ച് സമൂസകൾ ഉണ്ടാക്കി റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏകദേശം 52ഓളം സമൂസകളാണ് ഈ ഒരു പൊടിക്കകത്തു നിന്ന് കിട്ടിയത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സമൂസ വീതം അതിനകത്തേക്ക് ഇട്ടിട്ട് കൊടുക്കാം. നമ്മളുടെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി വെന്തതിനെ കൊണ്ട് നമ്മൾ ഒരുപാട് നേരമൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ചപ്പാത്തി മാവൊക്കെ ഒന്ന് നിറം മാറി വന്നാൽ മാത്രം മതി. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എല്ലാ സമൂസയും വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ സമൂസയും ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ എൻ്റെ എല്ലാ സമൂസകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സമൂസ കഴിക്കാനായിട്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചേർത്ത ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു മഴയുള്ള സമയത്തൊക്കെ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.